ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുല്ല സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നതും. പിന്നെ നമുക്ക് ഒരു പാസ് മാർക്ക് വരെയൊക്കെ നേടിത്തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. അതായത് ഒരു ചാപ്റ്റർ വൈസ് ആയ വലിയ ഏറ്റവും മെയിൻ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഏറ്റവും മെയിൻ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ മെയിൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് മക്കളെ. ഒരിക്കലും ഇത് മിസ്സാക്കി കളയല്ലേ, വീഡിയോ മിസ്സാക്കി കളയല്ലേ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് കേട്ടോ, ഒരിക്കലും മിസ്സാക്കി കളയല്ലേ. യെസ്, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാം, നമ്മുടെ കൺവേർഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേപോലെ കൺവേർഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഒരു നമ്പർ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു നമ്പർ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഓക്കെ, അഥവാ ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, അങ്ങനെയുള്ള കൺവേർഷൻ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരിക്കലും മിസ്സാക്കി കളയാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ഐറ്റം ആണ് റോമ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കി കളയാൻ പറ്റത്തില്ല. കാരണം അതൊരു ബോക്സ് വൈസ് തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും മിസ്സാക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ആ ബോക്സ് മോഡൽ, ആ ബോക്സ് തന്നെ പഠിച്ചിരിക്കുക. മസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു മാറ്റം ഇല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഡ്രോ ദ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിന്റെ ഫിഗർ കേട്ടോ. ആ ഫിഗർ ഉണ്ടല്ലോ മക്കളെ, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോർ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ ഫിഗർ ഉണ്ട്. ആ ഫിഗർ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ആ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കി കളയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും മിസ്സാക്കി കളയല് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്ത് പറയുകയാണ്, എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ഡിവൈസ്. ഏതെങ്കിലും ഒരു 5 ഇൻപുട്ട് ഡിവൈസ് ഇല്ലേ, നമുക്ക് എന്താണ് കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, പിന്നെ ജോയ്സ്റ്റിക് ഉണ്ട്, ടച്ച് പാഡ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള ലൈറ്റ് പെൻ ഉണ്ട്. അപ്പൊ അത് ഏതെങ്കിലും മിനിമം ഒരു 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു വെച്ചിരിക്കണം. മസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഒരിക്കലും മിസ്സാക്കുക. അത് 5 മാർക്കിന് എസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡും, അതും വളരെ എന്താണ് റീസൈക്ലിങ്, പിന്നെ എന്താണ് റീയൂസ്, ഇൻസിനറേഷൻ, എന്താണ് ഈ പറഞ്ഞ ലാൻഡ് ഫില്ലിങ്. ഈ 4 മെത്തേഡ്സ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരിക്കലും അത് മിസ്സാക്കല് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പറയാണ് ഫങ്ഷൻസ് ഓഫ് വോയിസ്. മക്കളെ ഏതൊക്കെയാടാ? പ്രോസസ് മാനേജ്മെന്റ് അല്ലെ, പ്രോസസ് മാനേജ്മെന്റ്. ഓക്കെ, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ഇത് 4 ഫംഗ്ഷൻസ്. ആ പേരെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എക്സ്പ്ലനേഷൻ ഇല്ലേലും കുഴപ്പമില്ല, ആ പേര് പഠിച്ചു വെച്ചേക്കാം. മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ലിസ്റ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഏതൊക്കെ നമ്മളെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ്. ഈ ഓർഡർ കീപ്പ് ചെയ്യുക, ഓർഡർ തന്നെ പഠിച്ചു വെക്കട്ടോ. എന്താണ് ഫസ്റ്റ് ഓർഡർ? ഫസ്റ്റ് എന്താണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡ് ഇൻ ദ പ്രോഗ്രാം യൂസിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, ലാസ്റ്റ് വൺ ഈസ് ഡോക്യുമെന്റേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ആ ഓർഡർ കിടപ്പുണ്ട്, ആ ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ പഠിക്കും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇവിടെക്കാം. നെക്സ്റ്റ്, ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് നമ്പർ. 10 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് പ്രിന്റ് ചെയ്യാം അല്ലെ, ഒരു ഫ്ലോ ചാർട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, 10 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് അല്ലെ. യെസ്, 10 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട്. യെസ്, ആ ഒരു പ്രിന്റിംഗ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 10 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, അത് ഒന്നെങ്കിൽ റേഞ്ചസ് വേണമെങ്കിൽ മാറാൻ പറ്റും. ചിലപ്പോൾ എന്താണ് 10ന് പകരം എന്താണ് 1 ആകാം, ചിലപ്പോൾ 2 ആകാം, ചിലപ്പോൾ 100ന് പകരം ചിലപ്പോൾ 10 ആകും കേട്ടോ. അപ്പൊ അങ്ങോട്ട് റേഞ്ചസ് മാറുമ്പോൾ ആ വാല്യൂസ്, ഇനിഷ്യലൈസേഷനും കണ്ടീഷൻ വാല്യൂസ് ചേഞ്ച് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോക്കൺ. നമുക്ക് ആ ചാപ്റ്ററിൽ ആകെ ഇമ്പോർട്ടന്റ് ടോക്കൺ മാത്രമേ. അതാണ് കീവേഡ്സ്. എന്താണ് ടോക്കൺ? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി C++ പ്രോഗ്രാം ആണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ. മറ്റൊരു പേര് ലെക്സിക്കൽ യൂണിറ്റ് എന്നാണ്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷനും എക്സാമ്പിളും പഠിച്ചിരിക്കണം. അതൊരിക്കലും മറന്നു പോകല്. മസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++. ഇവിടെ നോക്കടാ, ആ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++ മക്കളെ നോക്കടാ. ക്യാർ, ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, വേർഡ്. ഈ 5 ഡേറ്റ ടൈപ്സും അതിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ സൈസും പഠിച്ചിരിക്കുക. മസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഒരിക്കലും മിസ്സാക്കല്ലേ കേട്ടോ, ഒരിക്കലും മിസ്സാക്കല്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. റൈറ്റ് ഇനി 1 എക്സാമ്പിൾ ഓഫ് യൂണറി ഓപ്പറേറ്റർ. നമ്മൾ എന്താണ് പ്ലസ് ഓപ്പറേറ്റർ, അതൊരു എക്സാമ്പിൾ ആണ് അല്ലെ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ലോജിക്കൽ ഓപ്പറേറ്റർ. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ആൻഡ്, ഓർ, നോട്ട്. കാരണം ഈ ഓപ്പറേറ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, നോട്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനും എക്സാമ്പിളും പഠിച്ചിരിക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നാളത്തെ അല്ല മറ്റന്നാളത്തെ ക്വസ്റ്റ്യൻ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്തിരിക്കുക. Next is write the structure of C++ program.
മറന്നുപോലെ റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം കേട്ടോ. ഒരിക്കലും മിസ്സാക്കളയിൽ മസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. യെസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ നെസ്റ്റഡ് ഇഫ് എൽസ്. എന്താണ് നെസ്റ്റഡ് ഇഫ് എൽസ്? ഈ പറഞ്ഞ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്താണെങ്കിൽ ഏറ്റവും വലിയ അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് നെസ്റ്റഡ് ഇഫ് എൽസ്. അതിന്റെ സിൻടാക്സ് ഇതാണ്. സിൻടാക്സ് പഠിച്ചിരിക്കുക. എന്താണ് സിൻടാക്സ് പഠിച്ചിരിക്കുക അല്ലെ? സിൻടാക്സ് പഠിച്ചിരിക്കുക പ്ലസ് എക്സാമ്പിൾ. ഈ കാര്യങ്ങളെല്ലാം അവിടെ പഠിച്ചിരിക്കുക. ഒരിക്കലും മിസ്സാക്കി കളയല്ല. ഓക്കെ അല്ലടാ? യെസ്. റൈറ്റ് എലമെന്റ്സ് ഓഫ് ലൂപ്പ്. നമുക്ക് ഒരു ലൂപ്പിന്റെ എലമെന്റ്സ് മക്കളെ എലമെന്റ്സ് ലൂപ്പിന്റെ എലമെന്റ്സ് എന്നൊക്കെയാണ് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് 4 മക്കളെ എന്ത് ഈ പറഞ്ഞ എലമെന്റ്സ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് ലൂപ്പ് ഒരിക്കലും മിസ്സാക്കി കളയില്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം. റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് നമ്മളെ ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പൊ ഈ സിൻടാക്സ് ഒരിക്കലും സിൻടാക്സിന്റെ കൂടെ ചെറിയൊരു എക്സാമ്പിളൂടെ പഠിച്ചേക്കുന്ന കേട്ടോ. സിൻടാക്സ് പ്ലസ് എക്സാമ്പിൾ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പഠിക്കുന്നതല്ല കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എല്ലാ സിൻടാക്സും പഠിക്കുന്ന നല്ലതാണ്. എല്ലാത്തിന്റെ സിൻടാക്സ് നിങ്ങൾ ഒരു വട്ടം എഴുതി പഠിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് കിട്ടിക്കോളൂ. കാരണം ആദ്യം കാണുമ്പോൾ വലിയ ടഫായിട്ട് വന്നു, പക്ഷേ പിന്നെ എഴുതി പഠിക്കുമ്പോൾ റെഡി ആയിക്കോളൂ. ഓക്കെ, പിന്നെ ബ്രേക്ക് കണ്ടിരുന്നില്ല. ഓക്കെ, പിന്നെ പറയേണ്ട ഐറ്റംസ് ആണ് നമുക്ക് നോക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തതാ ഞാനിപ്പം നമ്മുടെ ഈ പറഞ്ഞുള്ള നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ടോപ്പോളജി വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മുടെ നെറ്റ്വർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടോപ്പോളജി. ഓക്കെ, പിന്നെ എന്താണ് മക്കളെ എക്സ്പ്ലെയിൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ മീഡിയ. നമ്മൾ ഗൈഡൻ മീഡിയ ഉണ്ട്, ഗൈഡൻ മീഡിയ ഉണ്ട്, അൺഗൈഡൻ മീഡിയ ഉണ്ട്. ഗൈഡൻ മീഡിയ ഉണ്ട്, അൺഗൈഡൻ മീഡിയ ഉണ്ട് അല്ലേ? ഗൈഡൻ മീഡിയ ഉണ്ട്, അൺഗൈഡൻ മീഡിയ ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കി കളയില്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ് ഒരു 25-30 മാർക്ക് വരെ നേടി തരുന്നുണ്ട്. ബാക്കി ഫുൾ മാർക്കിന് എന്ത് ചെയ്യാം മക്കളെ? നമ്മുടെ സൂപ്പർ സിസ്റ്റയും മാരത്തോണും കാണാം. ഇന്നത്തെ മാരത്തോൺ പങ്കെടുക്കണം എല്ലാവരും. കാരണം ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് അത്രയും അടിപൊളി ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരും. എന്നിട്ട് അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നാളെ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇന്നത്തെ മാരത്തോണും നാളെ സൂപ്പർ സിസ്റ്റയും പിന്നെ ബൂസ്റ്റർ മിസ്സാക്കല്. വളരെ ഷുവറായിട്ട് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഒരു ഷോർട്ട് കട്ട് ട്രിക്കും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെ എന്താണ് നമ്മൾ ഫുൾ മാർക്ക് മേടിക്കും കേട്ടോ. വേറൊരു പരിപാടി കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും മക്കളെ? ഇന്നത്തെ മാരത്തോണും പിന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സൂപ്പർ സിസ്റ്റം പങ്കെടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.